നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ് വീഡിയോ ആണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് മുന്നേ നിങ്ങൾ ലൈവ് കണ്ടവർക്ക് അറിയാം, വൈൽഡ് കാർഡ്സ് എല്ലാവരും 5 പേര് ബിഗ് ബോസ് ഹൗസിനകത്ത് കയറിയിട്ടുണ്ട്. നിങ്ങൾ എത്ര പേര് ലൈവ് കണ്ടു? നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യണം. ഇത്രയും ദിവസത്തെ ബോറിങ്, സോർട്ട് ഓഫ് ബോറിങ് അല്ലേ, ബോറിങ് പോലെ പോയിരുന്ന, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു മാസമായിട്ട് നമുക്ക് കണ്ടിട്ട് പ്രത്യേകം ഒന്നും പ്രതീക്ഷിക്കാനില്ല എന്ന് വിചാരിക്കുന്ന ഹൗസിലേക്ക് വൈൽഡ് കാർഡ്സായിട്ട് എന്തൊക്കെയോ മലമറിക്കും എന്ന് അവർ പറയുന്ന 5 പേരാണ് ഉള്ളിൽ കയറിയിട്ടുള്ളത്. നിങ്ങൾക്ക് ആരെങ്കിലും ഇതിൽ പ്രോമിസിംഗ് ആയി തോന്നിയോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഉള്ളത് എന്നുള്ളത് പ്ലീസ് കമൻറ്റ് ചെയ്യണം. ഈ കയറിയിട്ടുള്ള 5 പേര്, ഇന്ന് രാവിലത്തെ അടീനെക്കുറിച്ചും ബാക്കി കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ ഏകദേശം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവർ കയറിയതിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് അതിൻ്റെ ഉള്ളിൽ നടന്നിട്ടുള്ള ടാസ്ക് ഇന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. അതായത് അവിടെ ഒരു ഗ്യാങ് ഉണ്ട്, ഗ്യാങ് വാർ നടക്കുന്നുണ്ട്, ഗ്രൂപ്പുണ്ട്. ഗ്യാങ് വാർ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വലുതാക്കണമൊന്നുമില്ല. പാവാട വള്ളി ടീംസ് കുറച്ച്, അതിന് എതിർക്കുന്ന ഈ അനുമോൾ ഇവരുണ്ടാക്കിയിട്ടുള്ള പുതിയ ഗ്രൂപ്പ്, പിന്നെ പഴയ ഷാനവാസിൻ്റെ ഓൾഡ് സ്കൂൾ ഗ്യാങ്. ഈ 3 ഗ്യാങ്ങാണ് അവിടെ ഉള്ളത്. ഇതിലൊന്നും പെടാതെ നടക്കുന്ന നമ്മുടെ ഒറ്റയാൻ മിസ്റ്റർ അനീഷ് ആൻഡ് ഒറ്റയാൾ മിസ് രേണു സുധി, ഇവരിങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ അനീഷിൻ്റെ ഇപ്പുറത്ത് രേണു സുധീനെ പിടിച്ച് നിർത്തുമ്പോൾ നിങ്ങളായിരിക്കും ഒറ്റയാനായിട്ട് ഇങ്ങനെ നടക്കുക. ഒരൊറ്റയാൻ കാടൊക്കെ ഇളക്കി മറിച്ച് ഇങ്ങനെ ഇതൊക്കെ ആക്കി നടക്കുമ്പോൾ ഒരൊറ്റയാൾ ഏതോ കാട്ടിൻ്റെ ഏതോ മൂലക്കിൽ, നമ്മളിവിടുന്ന് പണ്ട് അരിക്കൊമ്പനെ കയറ്റി വിട്ട മാതിരി, അരിക്കൊമ്പൻ പോയിട്ട് ഇപ്പോൾ എവിടെയാണെന്ന് തന്നെ ആർക്കും അറിയില്ല, കോളർ ബട്ടറും ബോണൊക്കെ കൊടുത്തിട്ടാണ് പോയിട്ടുള്ളത്. എവിടെയാണെന്ന് വലിയ ഐഡിയ ഒന്നുമില്ല. അതേപോലെ വല്ലപ്പോഴൊക്കെ ഒന്നിങ്ങനെ പ്രത്യക്ഷപ്പെട്ട് വരുന്ന ഒരു ഒറ്റയാളായിട്ട് അവിടെ രേണു സുധി ഉണ്ട്. അപ്പോൾ ടാസ്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ടാസ്ക് എന്ന് മനസ്സിലാവും. ടാസ്ക് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഗ്രൂപ്പുകളെ പൊളിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത് പൊളിക്കാൻ വേണ്ടി ആരൊക്കെ കയറി എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് തന്നെ ഞാൻ ആ ഒരു സീക്വൻസിൽ പറയാം. ഇവരെല്ലാവരോടും അവിടെ വന്നിരിക്കാൻ പറയുന്നു. എന്നിട്ട് ഇവർ 5 പേരെയും സ്വീകരിക്കാൻ 5 പേരെ വിടുന്നു. ഈ 5 പേരെ സ്വീകരിക്കാൻ 5 പേരെ വിടുന്നതിലും ഭയങ്കര കണക്ഷൻ എന്തോ എനിക്ക് ഫീൽ ചെയ്തു. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. ഫസ്റ്റ് ഷാനവാസാണ് പോകുന്നത്. ഞാൻ അപ്പം തന്നെ ഉറപ്പിച്ച ജിഷിൻ തന്നെ ആയിരിക്കുന്നത്. ഷാനവാസ് പോകുന്നു. മുത്തേ ഞാൻ വന്നടാ എന്ന് പറഞ്ഞിട്ടാണ് അവിടെ ഷാനവാസിനോട് പറയുന്നത്. അവർ തമ്മിൽ നല്ലൊരു കോംബോ, രസമുണ്ടായിരുന്നു ആ എൻട്രി കേട്ടോ. 2 പേരും തമ്മിൽ ആ കോംബോ, ഒരു ഡാൻസ് പരിപാടികൾ, കാര്യങ്ങൾ. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവൻ വന്നതിന് ശേഷം, അതായത് ജിഷിൻ വന്നതിന് ശേഷം ജിഷിൻ പറഞ്ഞിട്ടുള്ള പല സ്റ്റേറ്റ്മെൻറ്റ്സും, പ്ലസ് ഷാനവാസ് അതിൻ്റെ ഉള്ളിൽ പറഞ്ഞിട്ടുള്ളതും, ഷാനവാസിൻ്റെ ഔട്ട്ലുക്ക് പോലത്തെ ചില കാര്യങ്ങളെല്ലാം കൂടി മാച്ച് ചെയ്യുന്ന ചില സ്റ്റേറ്റ്മെൻറ്റ്സ് അവിടെ ജിഷിൻ പറയുകയുണ്ടായി. 2 പേരും കൂടി വന്നിട്ട് ഇങ്ങനെ ഫസ്റ്റ് പിന്നെ ഇത് പറഞ്ഞാൽ അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ വീടൊക്കെ കാണിച്ചു കൊടുക്കലാണ്. ഷാനവാസിൻ്റെ വീട് കാണിച്ചു കൊടുക്കൽ അത്യാവശ്യം നല്ല രീതിയിൽ കോണ്ടൻ്റ് ഉള്ളൊരു കാണിച്ചു കൊടുക്കൽ. ഇവിടെയാണ് അടി നടക്കുന്നത്, ഇവിടെയാണ് പ്രശ്നങ്ങൾ നടക്കുന്നത്, ഇവിടെയാണ് വട്ടമേശ സമ്മേളനം, രാവിലത്തെ അടി ഇവിടെയാണ്. ആ രീതിയിലാണ് ഷാനവാസ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത്. അങ്ങനെ ജിഷിൻ കയറി വന്ന സമയത്ത് അറിയില്ല എന്ന് അനീഷിനെ പരിചയപ്പെട്ട സമയത്ത് അനീഷ് എടുത്ത് വയ്ക്ക് പറഞ്ഞു ജിഷിനെ അറിയില്ല എന്നുള്ളത്. അപ്പോൾ ജിഷിൻ ജസ്റ്റ് അപ്പം തന്നെ റീകളക്ട് ചെയ്തിട്ടാണ് പറഞ്ഞത്. ശരിയാണ്, ഓർമ്മയുണ്ട്, അനുമോൾ കയറി വന്ന സമയത്തും ഇതേപോലെ അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് അനീഷിനെ കറക്റ്റായി ടാർഗറ്റ് ചെയ്തു. അനീഷിനെ 2 ടൈപ്പ് ഓഫ് ടാർഗറ്റിങ് അവിടെ നടന്നിട്ടുണ്ട്. കാരണം വെച്ചാൽ അനീഷിനെ ഈ ഒരു ഫസ്റ്റ് അനുമോളെ അറിയില്ല എന്ന് പറഞ്ഞ സമയത്ത് ഒന്നത്, രണ്ടാമത് ഈ വന്നിട്ടുള്ള വൈൽഡ് കാർഡ്സിനോടൊക്കെ ഒരു സൈഡിലേക്ക് ഇരിക്കാൻ പറഞ്ഞ സമയത്ത് അനീഷ് അതിൻ്റെ ഇടയിൽ കയറിയിരുന്നു. ഇടയിലല്ല, അനീഷിൻ്റെ ആ സീറ്റ് ഉണ്ടല്ലോ, അറ്റത്ത് ഇങ്ങനെ ഇരുത്തുണ്ടല്ലോ ആ സ്റ്റൂളുമിൽ അനീഷ് കയറിയിരുന്ന സമയത്ത് സദ്യയിലെ ഒരു കാക്കത്തീട്ടം പോലെയാണ് അനീഷ് എന്നാണ് ജിഷിൻ അവിടെ പറഞ്ഞിട്ടുള്ളത്. സംഗതി വളരെ ക്ലിയറാണ്, മെസ്സേജ് വളരെ ക്ലിയറാണ്. അനീഷിനെ ടാർഗറ്റ് ചെയ്യാൻ തന്നെയാണ്. അനീഷിന് മനസ്സിലാക്കണം, കാരണം വെച്ചാൽ സ്വാഭാവികമായിട്ടൊരു മനുഷ്യൻ ടാർഗറ്റ് ചെയ്യാൻ ഉള്ളിൽ കയറുമ്പോൾ ഒരു എന്തെങ്കിലും കോണ്ടന്റ് കൊടുത്തിട്ട് അതിനൊരു വാല്യൂ ഉണ്ടാക്കുന്നു എന്നുള്ള രീതിയിൽ ആൾക്കാരെ മാത്രമേ ടാർഗറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ആ ഒരു കണ്ടീഷനിലാണ് അനീഷിനെ ടാർഗറ്റ് ചെയ്യുന്ന രീതിയിൽ അവിടെ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അപ്പം ഓരോരുത്തരോടും വന്ന് പരിചയപ്പെടുന്നു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് രേണുവിനോട് പോയി പരിചയപ്പെടുന്നത്. സുധിച്ചേട്ടാ ഞാൻ വന്നു സുധിച്ചേട്ടാ എന്നും പറഞ്ഞിട്ടാണ് രേണുവിനെ പോയി പരിചയപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ജിഷിൻ അങ്ങനെ വന്നു. രണ്ടാമത് ഇവരെ അടുത്ത ആളെ സ്വീകരിക്കാൻ പോകേണ്ടത് റെനയാണ്. റെന പോയി സ്വീകരിച്ചിട്ടുള്ളത് മസ്താനീനെയാണ്, ആങ്കർ മസ്താനീനെയാണ്. പഞ്ചാര എന്നുള്ള പാട്ടൊക്കെ വെച്ചിട്ട് മസ്താനി കയറി വന്നു. മസ്താനി അടിപൊളി കൗണ്ടറും പരിപാടിയും കാര്യങ്ങളൊക്കെ സ്ട്രൈറ്റ് അവേ ഉണ്ടായിട്ടുണ്ട്. ഏത് ഗ്യാങ്ങിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് ഏകദേശം റെനേൻ്റെ കൂടെ റെന കൂട്ടിക്കൊണ്ടുവന്നു എന്നുള്ള സിറ്റുവേഷൻ ഉണ്ട്. ഞാൻ അതിലേക്ക് വരാം. ടാസ്ക് വരുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും ആരാണ് ടാർഗറ്റ് ചെയ്യുന്നുള്ളത്. മൂന്നാമത് വന്ന വ്യക്തി പ്രവീണാണ്. പ്രവീൺ എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാൻ വേണമെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, പ്രവീൺ എന്ന് ആരാണ് പ്രവീൺ? അത് ഞാൻ അതും കൂടി ഇൻസ്റ്റാഗ്രാം കാണിച്ചു തരാം. നിങ്ങളിപ്പോൾ
ഇൻസ്റ്റയിൽ കാണുന്ന വ്യക്തിയാണ് പ്രവീൺ, ദി മാർക്കറ്റിംഗ് മല്ലു. മാർക്കറ്റിംഗ് മല്ലു ആണ്. കാരണം ആദ്യത്തെ രണ്ടാൾക്കാരെ നിങ്ങൾക്ക് അറിയാമല്ലോ മസ്താനിദിന്. മാർക്കറ്റിംഗ് മല്ലു എന്ന് പറഞ്ഞ പരിപാടിയാണ്. 3,59,000 ഫോളോവേഴ്സുള്ള ബെസ്റ്റ് ഇൻഫർടൈൻമെൻറ്റ് ക്രിയേറ്റർ. നല്ല നിങ്ങൾക്കൊക്കെ പരിചയമുള്ള ആളായിരിക്കും. വളരെ സുപരിചിതമായിട്ടുള്ള ആളാണ്. ഇയാളുടെ റീൽസൊക്കെ ഒരുപാട്, എനിക്കൊന്ന് ഒരുപാട് 35 ലക്ഷം 40 ലക്ഷമൊക്കെ ഒരേ ആൾ 2 റോൾ എടുത്തിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആൾ. ഇപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ എന്ത് ചെയ്യണം, തേർഡ് AC സ്ലീപ്പർ ടിക്കറ്റിൽ എങ്ങനെ ബുക്ക് ചെയ്യണം, ഞാൻ ജസ്റ്റ് ഒരു ചെറിയ സാധനം പ്ലേ ചെയ്യാം കേട്ടോ. 18 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവർക്കും 15 ദിവസത്തിനുള്ളിൽ ഗവൺമെന്റിന്റെ ഈ ഒരു പുതിയ സ്കീമിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായും ഗവൺമെന്റ് ജോലി കിട്ടും. എന്താണെന്നല്ലേ, വീഡിയോ സേവ് ചെയ്യേ ഞാൻ പറഞ്ഞു. മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ് കൊണ്ടുവന്നിരിക്കുന്ന മഹാത്മാ നിങ്ങൾക്ക് സ്ലീപ്പർ ടിക്കറ്റ് എടുത്തുകൊണ്ട് തേർഡ് AC യാത്ര ചെയ്യാൻ പറ്റും, അതും ഒരു ഫൈൻ അടയ്ക്കാതെ. എങ്ങനെയാന്നല്ലേ, കഴിഞ്ഞ ദിവസം ഞാൻ വർക്ക് കഥ തുറക്കാൻ ഓപ്പൺ ദ ഡോർ, എന്താ കഥ കടച്ചിരുന്ന് ഇതായിരുന്നല്ലേ. ഇയാളാണ് ദി മാർക്കറ്റിംഗ് മല്ലു അല്ലെങ്കിൽ പ്രവീൺ പി. സാധാരണ എല്ലാവരും പറയുന്നുണ്ട് റിയാക്ഷൻ വീഡിയോ അല്ലെങ്കിൽ ആപ്പ കണ്ടൻറ്റ് ഇതൊന്നും ചെയ്യുന്ന വ്യക്തിയല്ല. ഇൻഫർമേറ്റീവ് കോണ്ടൻറ്റ് സോഷ്യൽ മീഡിയയിൽ ഡെലിവർ ചെയ്യുന്ന വളരെ നല്ല ഒരു കോണ്ടൻറ്റ് ക്രിയേറ്ററാണ്. ബാക്കി എന്താ സംഗതി ഈ ചങ്ങാതി എന്നുള്ള അറിയില്ല, പക്ഷേ വളരെ നല്ല കോണ്ടൻറ്റ് ക്രിയേറ്ററാണ്, യൂസ്ഫുൾ കോണ്ടൻറ്റ് ക്രിയേറ്ററാണ്. നിങ്ങളിപ്പോൾ വീഡിയോ കാണുന്നവരാരെങ്കിലും പ്രവീൺ പി ഇത് മാർക്കറ്റിംഗ് മല്ലു എന്നുള്ളത് ഇൻസ്റ്റാഗ്രാമിൽ അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അത് ഞാൻ പറഞ്ഞത് വെച്ചാൽ സാധാരണ അങ്ങനെ റിയാക്ഷൻ വീഡിയോ അതൊന്നും കാര്യം ഒപ്പീനിയൻ പറയുന്ന ആൾക്കാരെ പോലല്ല, നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് യൂസ്ഫുള്ളായി തോന്നുന്ന രീതിയിലുള്ള കോണ്ടൻറ്റ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഓക്കെ, ഇതാണ് ഒന്ന്. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്തത് സാബു മാൻ എന്നാണ് അവൻ്റെ പേര് എന്ന് പറഞ്ഞു. സാബു മാൻ, അവൻ്റെ അച്ഛനും അമ്മയും ഇട്ട പേരാണ് മാൻ എന്നുള്ളത് എന്നാണ് അവൻ ആദ്യം തന്നെ പറഞ്ഞു വെക്കുന്നത്. പക്ഷെ ഞാൻ ഇൻസ്റ്റഗ്രാം നോക്കുന്ന സമയത്ത് ആകാശ് സാബു അല്ലെങ്കിൽ സാബു മാൻ, നിങ്ങളിപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ കാണുന്ന വ്യക്തിയാണിത്, ആകാശ് സാബു. ഇവൻ്റെ ഹൈ ഓൺ ഫുഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജുണ്ട്, അതിൻ്റെ ഹോസ്റ്റാണ്. ജസ്റ്റ് ഒരൊറ്റ ഇത് മാത്രം ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം. Let me introduce you to this new spotting camp. Come on. So foodies, welcome to Take Off, the latest chapter on the horizon at Obai Thamira. So chef, how does യെസ്, ഇവനൊരു ഫുഡ് വ്ളോഗറാണ്. ഫുഡീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ആറ്റിറ്റ്യൂഡിൽ സ്റ്റൈലിലൊക്കെ പറയുന്നൊരു ചങ്ങാതി. ഇതാണ് ഒന്ന്. പിന്നെ അപ്പോൾ ഇവൻ വന്നു കഴിഞ്ഞിട്ട് ഇവനെ വെൽക്കം ചെയ്യാൻ വേണ്ടി പോയിട്ടുള്ളത് ആര്യനാണ്. അപ്പോൾ ആ ഒരു ടൈപ്പ് ഓഫ് ആൾ എന്നുള്ള കണ്ടീഷനിൽ. പിന്നെ അവസാനമായിട്ട് വന്നിട്ടുള്ളത് വേദ് ലക്ഷ്മി. വേറെ ആരും ഞാൻ മിസ്സാക്കിയ ഇല്ല. അവസാനമായിട്ട് വന്നിട്ടുള്ളത് വേദ് ലക്ഷ്മി, അതായത് മറ്റേ അഭിഷേക് ശ്രീകുമാർ ഉണ്ടല്ലോ കഴിഞ്ഞ സീസണിൽ അഭിഷേക് ശ്രീകുമാറിൻ്റെ കൂടെ മുള്ളംകൊല്ലി എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ആർക്കിടെക്റ്റ് ബൈ പ്രൊഫഷൻ, പിന്നെ UK സെറ്റിൽഡ് ആണ്. വേറെ എന്തൊക്കെയാണ് സോഷ്യൽ മീഡിയ കോണ്ടൻറ്റ് ക്രിയേറ്ററാണ്. ലക്ഷ്മിക്കലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്, ഞാൻ അതും കൂടി എടുത്ത് കാണിച്ചു തരാം. 1 സെക്കൻഡ്. ലക്ഷ്മിക്കലി വേദ് ലക്ഷ്മി, നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു വ്യക്തി കേട്ടോ, ഇതാണ് ആൾ ലക്ഷ്മിക്കലി. ഇതാണ് ഇവർ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഏകദേശം കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അഭിഷേക് ശ്രീകുമാറിൻ്റെ സ്റ്റോറി കണ്ടു. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം അഭിഷേക് ഉണ്ടല്ലോ, അഭിഷേകിൻ്റെ സ്റ്റോറി കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർത്തൊരു സംഭവം എന്താ അറിയോ, അഭിഷേക് വളരെ സ്ട്രോങ് ആയിട്ട് ഈ LGBTQ കമ്മ്യൂണിറ്റിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വേദലക്ഷ്മി അവിടെ കളിക്കാൻ പോകുന്നത് ഈ നെവിന് അഗെയിൻസ്റ്റ് ആയിട്ട് കളി വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ആദില നൂറ, അറിയില്ല ഇനി ഇവരെങ്ങനെയാണ് പെർഫോം ചെയ്യുക, എന്താണ് അവർ ടാർഗറ്റ് എന്നുള്ളത് അറിയില്ല. എന്തായാലും അവർ വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇനി ഒരു ടാസ്ക് കൊടുത്തു ഇവർക്ക്. ഇവിടെ ഒരു ഗ്യാങ് കൾച്ചർ ഉണ്ട്, ബിബി പറഞ്ഞ ഗ്യാങ് കൾച്ചർ ഉണ്ട്. ഈ ഗ്യാങ് കൾച്ചറിൽ 3 പേരെ ഐഡൻറ്റിഫൈ ചെയ്യുക. സജീവം ആയിട്ട് ഗ്രൂപ്പുകളിൽ സജീവമായിട്ട് കുതന്ത്രം മെനയുന്ന ആൾക്കാർ. ഓക്കെ, ഒന്ന്. രണ്ടാമത് അറിഞ്ഞിട്ട് ഗ്രൂപ്പ് ഉണ്ടെന്ന് അറിഞ്ഞിട്ടും അറിയാതെ നടക്കുന്ന ആൾക്കാർ. മൂന്നാമത്തെ ആൾക്കാർ ഒരു കാര്യമില്ലാതെ പരമ ബോറായിട്ട് ഹൗസിനുള്ളിൽ നടക്കുന്ന ആൾക്കാർ. ഇവരെ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ഇവർക്ക് ഫസ്റ്റ് കൊടുത്തിട്ടുള്ള ടാസ്ക്. പറഞ്ഞ ആൾക്കാരെ തന്നെ വീണ്ടും പറയാൻ പറ്റില്ല. അങ്ങനെ ഫസ്റ്റ് വരുന്നത് വേദലക്ഷ്മിയാണ്. വേദലക്ഷ്മി സ്വാഭാവികം അക്ബറിനെയും അപ്പാനിനെയാണ് പറയുന്നത് ഗ്രൂപ്പ് ഉണ്ട് എന്നുള്ളത്. അറിഞ്ഞിട്ടും അറിയാത്ത പോലെ നടക്കുന്നത് ബിന്നീനെയാണ്. അപ്പോൾ ബിന്നീനെ ടാർഗറ്റ് ചെയ്തോ എന്നൊരു സംശയമുണ്ട്. കാരണം വെച്ചാൽ കുറച്ച് വൃത്തി കാര്യത്തിൽ കുറച്ച് പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സ്ത്രീയാണ്. അപ്പോൾ ബിന്നീനെ പറഞ്ഞിട്ടുള്ളത് എന്താ വെച്ചാൽ ഡിപ്ലോമസി ആണ് അത് പറയുന്നുണ്ട്. മൂന്നാമത്തത് ഒരു കാര്യമില്ലായിട്ട് പരമ ബോറായിട്ട് അവിടെ നിന്നിട്ടുള്ള ആൾ ശൈത്യനാണ് പറയുന്നത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് വേദലക്ഷ്മി കഴിഞ്ഞ് മസ്താനി വന്നു.
മസ്താനി പറഞ്ഞു അക്ബറിനെ ഓൾറെഡി പറഞ്ഞ സ്ഥിതിക്ക് കൂടെ കൂടിയിട്ടുള്ള അപ്പാനി ശരത് അപ്പാനിനെയാണ് സജീവമായിട്ട് ഗ്രൂപ്പ് ഉണ്ടെന്ന് പറയുന്ന ആൾ. പിന്നെ അറിഞ്ഞിട്ടും ഗ്രൂപ്പുകളുണ്ടെന്ന് അറിഞ്ഞിട്ടും അതിനൊന്നും പ്രതികരിക്കാതിരിക്കുന്നത് ആര്യനെയാണ്. അവിടെ ആര്യൻ വളരെ കൃത്യമായിട്ട് ഫേവറിറ്റിസം കാണിക്കുന്നുണ്ട്, ഈവൻ ഇൻ ക്യാപ്റ്റൻസി എന്ന് പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴായിട്ട് അവിടെ ഉറങ്ങുന്ന ഒരാൾ, എന്താണ് കണ്ണടച്ച് പാല് കുടിക്കുന്ന പൂച്ച എന്നൊക്കെ പറഞ്ഞിട്ട് വിശേഷിപ്പിച്ചു. പിന്നെ ഒരു കാര്യമില്ലാത്ത ഒരു വ്യക്തി സ്വാഭാവികമായിട്ടും എല്ലാവരും പറഞ്ഞിട്ടുള്ളത് രേണു സുധീനെയാണ്. ക്യാമറകളെ വെട്ടിച്ച് നടക്കുന്ന ഒരു വ്യക്തി. അപ്പോൾ ഞാൻ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. രേണു എന്തൊക്കെ ആറ്റിറ്റ്യൂഡൊക്കെ ഇടാൻ നോക്കി. അപ്പം മെഹർന്ന് വരുന്നത് മസ്താനി. അപ്പം തന്നെ മസ്താനി തന്നെയല്ലേ ആദ്യം പറഞ്ഞു. മസ്താനി അപ്പം തന്നെ പറഞ്ഞു ക്യാമറകൾക്കൂടെ വെട്ടിച്ച് നടക്കാൻ കഴിവ് വേണമെന്നല്ല, അതൊരു കഴിവുകേടാണെന്ന് പറഞ്ഞു. അപ്പം തന്നെ അവിടെ രേണുവിനിട്ടൊരു കൊട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് വന്ന് പ്രവീണാണ്. പ്രവീൺ ഗ്രൂപ്പിൻ്റെ കാര്യത്തിൽ പറഞ്ഞ ഷാനവാസിനെയാണ്. സ്വാഭാവികമായിട്ടും ആ ഗ്രൂപ്പിൻ്റെ കേസ് പറഞ്ഞു. പിന്നെ ഗ്രൂപ്പുകളുണ്ടെന്ന് അറിഞ്ഞിട്ടും അറിയാതെ നടക്കുന്നത് ഒനീലിനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഗ്രൂപ്പിൻ്റെ ഭാഗമാണ്, എന്നിട്ടും അതിലൊന്നും ഇല്ല എന്നുള്ള കണ്ടീഷനിലാണ് നടക്കുന്നത്. ഓക്കെ, പിന്നെ അതൊന്ന്. പിന്നെ ഏറ്റവും ബോറിംഗ് പേഴ്സണായിട്ട് പ്രവീൺ പറഞ്ഞിട്ടുള്ളത് ഇവനെയാണ്, മറ്റേ അനീഷിനെയാണ് കേട്ടോ. അനീഷാണ് വെൽക്കം ചെയ്തത്. അപ്പോൾ ക്ലിയർ ടാർഗറ്റ്, പ്രവീണിൻ്റെ ക്ലിയർ ടാർഗറ്റ് അവിടെ അനീഷാണ് എന്ന് തോന്നുന്നുണ്ട്. വളരെ കൃത്യമായിട്ട് സ്പോട്ടായി പേഴ്സൺ ഒരുവിധം എല്ലാവരും അനീഷിനെ ടാർഗറ്റ് ചെയ്യാൻ കണക്കാക്കിയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അനീഷാണ് കോണ്ടന്റ് തരുന്നത്. അനീഷിനെയാണെന്ന് ഒരു കോഴ്സിലും ഇല്ലാതെ അനീഷ് വളരെ കോൺഫിഡൻസിലാണ് ഇവരൊക്കെ ഡീൽ ചെയ്തിട്ടുള്ളത്, വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു. പിന്നെ ജിഷിൻ ഒരു പൊടിക്ക് ഓവറാണോ എന്നൊരു സംശയമുണ്ട്. ഞങ്ങൾ ഇതിനു വേണ്ടി ഓവറാവാണോ, യഥാർത്ഥത്തിൽ അയാൾ ഇങ്ങനെയാണോ എന്നുള്ളത് അറിയില്ല. ഷാനവാസിന് ഒരു കട്ട സപ്പോർട്ടായിരിക്കും. പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ ജിഷിൻ അടിച്ചിട്ടുള്ള വമ്പൻ ഡയലോഗാണ്. എനിക്ക് ഞാൻ വരാം. ജിഷിൻ പറഞ്ഞു അക്ബറിനെയും അപ്പാനിനെയാണ് ഞാൻ പറയേണ്ടത്, പക്ഷെ എന്നാലും അഭിലാഷിനെയാണ് ഗ്രൂപ്പിൽ പറയുന്നത്. ഓക്കെ, പിന്നെ ഗ്രൂപ്പ് ഉണ്ടെന്ന് അറിഞ്ഞിട്ടും അറിയാതെ നടക്കുന്നത് ഗിസേലാണ്. പിന്നെ ഒരു വളരെ ബോറിംഗ് ആയിട്ടുള്ള ഒരു സംഭവം, റന ഫാത്തിമ വളരെ കൃത്യമായിട്ട് ജിഷിൻ പറഞ്ഞൊരു ഡയലോഗുണ്ട്. പലപ്പോഴും ടി വിയിൽ റെനേനെ കാണുന്ന സമയത്ത് നമുക്ക് വോളിയം മ്യൂട്ട് ചെയ്യാൻ തോന്നും, അത്രയ്ക്ക് കലബില ഏറ്റവും ഇറിറ്റേറ്റിംഗ് ശബ്ദമായിട്ടുള്ള കലബിലയാണ്. അപ്പോൾ ടി വിയുടെ വോളിയം മ്യൂട്ട് ചെയ്യാൻ തോന്നുന്നൊരു വ്യക്തിയാണ് റെന ഫാത്തിമ. ഇത് പറഞ്ഞു. പിന്നെ അവസാനം വന്നിട്ടുള്ളത് സാബു മാൻ അല്ലെങ്കിൽ ആകാശ് സാബു മാൻ എന്ന് വിളിക്കുന്നത്. സാബു മാൻ ഇവൻ പറഞ്ഞിട്ടുള്ളത് ഗ്യാങ് കൾച്ചർ നന്നായിട്ട് ഉണ്ടാക്കുന്നത്, ഗ്രൂപ്പുകൾ കളിക്കുന്നത് നൂറ, പിന്നെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിൽക്കാതിരിക്കുന്ന ആദിലെ തോന്നുന്നു. ഞാൻ അതായത് ബോറിംഗ് പേഴ്സൺ ആദിലാണ്. നടുക്കത്തെ എന്താണെന്ന് എഴുതി ഞാൻ വിട്ടുപോയി. അപ്പോൾ ഇതൊക്കെയാണ് സംഭവം ഉണ്ടായത്. ഈ പരിപാടികൾ ഇവരൊക്കെ വന്നിട്ട് ഈ നടക്കുന്നതിൻ്റെ ഇടയിൽ കൂടിയാണ് നൂറ കയറി പരത്തി വീണ്ടും റെനേനെ. അയ്യോ, റെനേനെ പൊന്താത്ത രീതിയിൽ റെന തല കുറച്ച് പൊന്തിച്ചാൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. സിർലാക്ക് അമ്മായി ഇതാണ് പേരിട്ടിരിക്കുന്നത്. സിർലാക്ക് അമ്മായി എന്ന് പറഞ്ഞിട്ട് ആ രീതിയിൽ കയറി റെനേനെ അടിച്ചു. അതിന് മുന്നേ നെവിനായിട്ട് പ്രശ്നം ഉണ്ടായി. നെവിനായിട്ട് പ്രോബ്ലം ഉണ്ടായെന്ന് വെച്ചാൽ നീ ഇറങ്ങിപ്പോയതിന് അതിന് ചുറ്റും നട്ടലുള്ളതുകൊണ്ടാണ് ഞാൻ കയറി വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നട്ടലില്ല, ഞങ്ങളതിന് പോവില്ല, ഞങ്ങൾ പ്രൊവോക്കിംഗ് ഗെയിം കളിക്കും എന്നൊക്കെ പറഞ്ഞു. അതിലെ നൂറ സീരിയസ്ലി വമ്പൻ ഫയറാട്ടോ. ഞാൻ പറയാതിരിക്കാൻ വയ്യ. കാരണം വെച്ചാൽ തീരെ പ്രതീക്ഷിച്ചിട്ടില്ല. ഇത്രയും ദിവസം എവിടെയായിരുന്നു ഇത്രയും ദിവസം എന്നുള്ള കണ്ടീഷനിൽ ചോദിക്കേണ്ട സിറ്റുവേഷനാണ്. പിന്നെ ഇപ്പം ഇതിലെന്താ അറിയോ, ലാംഗ്വേജൊക്കെ ആകെ മാറി. പട്ടി, നായ, തീട്ടം എല്ലാ സാധനങ്ങളും വന്നു. ഇന്നലെ ഇപ്പോൾ ഷാനവാസിൻ്റെ അന്തക്കിളി കണ്ടാണ്. അക്ബറിനെയാണ് ആദ്യം പറഞ്ഞത്. അക്ബറിൻ്റെ വായ ഒറ്റ പോക്കാണ്. അക്ബർ വായ വിളിച്ചാണ്. പക്ഷേ നൂറേൻ്റെ മുന്നിലൊന്നും ഒരു തേങ്ങയ്ക്കും പിടിച്ചിരിക്കും തോന്നുന്നില്ല. കാരണം നൂറൊക്കെ അജാതി കൊടുക്കുന്നുണ്ട്. അക്ബറിനും കൊടുക്കേണ്ട ഒരുവിധം എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. നൂറ ഓൺ ഫയർ, ആദില ഓൺ ഫയർ. ഏതായാലും അവർക്ക് ഫാൻസ് കൂടി എന്നുള്ള ഷുവറാണ്. അവരുടെ തഗ്ഗുകളാണ് ഇന്ന് കാര്യമായിട്ട് സോഷ്യൽ മീഡിയ മുഴുവനുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് അവിടെ സംഭവമുള്ളത്. പിന്നെ ഇപ്പോൾ കിച്ചണിലും ഭക്ഷണ കാര്യങ്ങളും റെഡി ആയിട്ടുള്ള സംഗതികളൊക്കെ നടക്കുകയാണ്. ഇനി എന്തൊക്കെയാണ് ഈ വൈൽഡ് കാർഡ്സിൻ്റെ പ്ലാന് പരിപാടികളെന്ന് അറിയില്ല. എന്താണ് അടുത്ത അപ്ഡേറ്റ് എന്നുള്ളത് അടുത്തൊരു വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണെങ്കിൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. ബൈ.